ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 4. ഇത് മസോംബി അല്ലേ? മസോംബി ചക്കടാമോനെ ചാട പച്ചയാട് പാപം നമുക്ക് എത്ര അയണായി നോക്കാം. ഏഴായാണ് ഒരു സ്റ്റാക്ക്. രാത്രി ആകുമ്പോൾ നമുക്ക് വേഗം പോയി കിടന്നു. ഞാൻ ഈ ആൻഫാം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ മൈനിങ് സ്പോട്ട് എന്ന് പറയുന്ന സംഭവം പൊട്ടിക്കയില്ല. ഞാൻ കയറിയിട്ടിരുന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ മൈനിങ് സ്പോട്ടിലേക്ക് കയറിയില്ല. കാരണം ഉണ്ടാവില്ല, എനിക്കിനി വേറെ ഒന്നും ആവശ്യമില്ല എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക. പക്ഷേ എനിക്ക് ആവശ്യമുണ്ട്. നോ ഷീപ്പ്, നിന്നെ ഞാൻ കൊല്ലുന്നില്ല. ഓക്കെ, ഒരു പിക്ചർ ഉണ്ടാക്കണം. ചെസ്റ്റിൻ്റെ അകത്ത് എൻ്റെ പിക്ചർ ഉണ്ടാവും. പിക്ചർ എല്ലാവരും ഗുഡാണ് ഗൈസ്. ഇതുവരെ എന്ത് രസമുണ്ട് ഇല്ലല്ലോ. രസമില്ല. രസമില്ലല്ലോ ഗൈസ്. ഞാൻ ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇല്ലാതാകുമ്പോൾ മോളിലായി പോയില്ല. ഗൈസ്, ഇതാണ് ഞങ്ങൾ ഫിക്സ് ചെയ്തത്. ഓക്കെ, നമ്മളെ ബിൽഡെല്ലാം കാണിച്ചുതരാം. അവിടെ അയൺഫാമിൻ്റെ ചെറുതായിട്ട് കണ്ടു ഗൈസിന് പറ്റില്ല. അവിടെ ഉണ്ട് ചെറുതായിട്ട് അയൺഫാമിൻ്റെ. നമുക്ക് കടന്നു പോകാം. നമുക്കങ്ങനെ പുറത്തു പോയിട്ട് ഇന്ന് ചെറിയൊരു ബിൽഡാണ് ഗൈസ് നമ്മൾ ചെയ്യുന്നത്. ഗൈസ്, അല്ലാ, ക്രീപ്പർ എനിക്ക് അതിനെ പേടിയാണ് ഗൈസ്. എനിക്ക് ഏറ്റവും പേടിയുള്ള ക്രീപ്പറിനാണ് ഗൈസ്. കാരണം എന്താ അറിയോ, എൻ്റെ വീടിൻ്റെ മുമ്പെല്ലാം പൊട്ടിച്ച ക്രീപ്പറാണ് ഗൈസ്. എനിക്ക് പേടിയാണ് ഗൈസ്, എനിക്ക് പേടിയാണ് ഗൈസ്. എൻ്റെ ബുദ്ധിയിൽ ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താ, എൻ്റെ ബുദ്ധി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ചെന്ന് കമന്റ് ചെയ്യുക. അതെന്നെയും കാത്താടത്ത് തന്നെ നിൽക്കുന്നുണ്ടോ? പ്രധാനം ക്രീപ്പർ. ക്രീപ്പറുടെ അങ്ങോട്ട് അല്ലെങ്കിൽ ഗൈസ്, ഞാനെല്ലാം മണ്ടത്തരത്തിലേക്ക് ചാടും. ക്രീപ്പർ വരുന്നുണ്ട്, നമുക്ക് എന്താക്കാം. എൻ്റെ വേൾഡ് നാശമാക്കാൻ നീ ഇറങ്ങി ഓടാവേ. നിന്നെ കൊണ്ട് ഞാൻ പോകത്തില്ല. നമ്മൾ ഓക്കെ ഗൈസ്, ഞാനവിടെ ഇത് ഞാൻ വീഡിയോനകത്ത് ചെയ്ത് തന്നിന് നമുക്ക് ഇതിൻ്റെ കൃഷി. നമുക്കൊന്ന് വില്ലേജിലേക്ക് പോയിക്കാം. എന്തെങ്കിലും ബിൽഡ് ചെയ്യണം എന്നതിന് എൻ്റെ ആഗ്രഹം. എന്തെങ്കിലും ചെയ്യുക ഗൈസ്, എനിക്കൊരു ബിൽഡും ചെയ്യുന്നറിയില്ല. ചെറിയ എന്തെങ്കിലും ബിൽഡ് ചെയ്യണമല്ലേ. ഇന്നെന്താ ബിൽഡ് എന്ന് വെച്ചാൽ ചിക്കൻ ഫാമാണ് ഗൈസ്. ചിക്കൻ ഫാം
നമുക്ക് വേഗം എൻ്റെ അപ്പുറത്തെ ഐലൻഡിലേക്ക് പോവാം. ഇങ്ങോട്ട് വരൂ ദർശൻ. ചിക്കൻ ഫാം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഗൈസ്, ഒരു കുഴി മാത്രം കുഴിച്ച് വെച്ചിട്ടേ. വെറുതെ എന്തിനാ ഞാൻ വരാൻ പറഞ്ഞ വന്നോളൂ. ഓക്കെ, അതാണ് മൈ പോളിസി. അത് കുഴി പോയി ഒളിച്ച് കഴിഞ്ഞ ഗൈസ്. അങ്ങോട്ടേക്ക് എനിക്ക് പേടിയുണ്ടായിട്ടൊന്നുമല്ല, പിന്നെ വെറുതെ എന്തിനാ നമുക്കൊരു ഇല്ലായ്മ ചെങ്ങായിൻ്റെ അടുത്തുള്ള മറ്റേത്. ഗൈസ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ എല്ലാ ബിൽഡും ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റത്തെ ബിൽഡ്, പിന്നെ ഇതാണ് മൈ സെക്കൻഡ് ബിൽഡ്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട് ഞാൻ ചെയ്താണ്. ഓക്കെ, എൻ്റെ വേൾഡ് രസമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അവിടെ ഞാൻ കുറച്ച് ഫാം ഉണ്ടാക്കി വെച്ചിക്ക്. എന്തെല്ലാന്ന് വെച്ചാൽ ഷീപ്പ് ഫാമും മറ്റേ ഈ ഫാമില്ലേ കൗ ഫാമും. ഇനി എനിക്ക് വേഗം പോയിട്ട് അതിനെ കണ്ടുപിടിക്കാനുണ്ട്. അതിന് ചിക്കൻ കോയിനെ കണ്ടുപിടിക്കാൻ ഭയങ്കര ഇടുങ്ങാറാണ്. ഗൈസ് 2 എണ്ണം ഉണ്ടായാൽ മതി, ബാക്കി നമുക്ക് അതിനെ ഫീഡ് ചെയ്ത് ഞാൻ ഇവിടെയും കൂടെ ഒരു ഇത് ചെയ്തിട്ടുണ്ട് ഗൈസ്. വെറുതെ ഒരു രസത്തിന് വേണ്ടിയാണ് ചെയ്തത്. എനിക്കിവിടെ സാപ്പിയൻസ് ആവശ്യമില്ല. ഗൈസ് ചിക്കൻ കാണാനാണ് ഏറ്റവും കൂടുതൽ ഇടങ്ങാറ് പിടിച്ച പണിയാണ് ഗൈസ് ചിക്കൻ. ഗൈസ് ഇങ്ങോട്ട് ഇത്ര നല്ല സ്ഥലമായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. ഇങ്ങനത്തെ സ്ഥലമൊക്കെ എൻ്റെ ഐലാൻഡിലുണ്ട്. ഇതൊക്കെ നമ്മളെ ഐലാൻഡ് തന്നെയാണ് ഗൈസ്. നമുക്ക് ഇവിടെയൊക്കെ ഭാവിയിലേക്ക് എന്തെങ്കിലും ബിൽഡ് കൊണ്ടുവരാം. ഗൈസ് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരൂ. ഓക്കെ, വരൂ 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 വരിക വരിക നിങ്ങൾക്ക് വരിക 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 വരിക. കം 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 കം. ഈ ചേട്ടനെ നേരത്തെ പോയാലും കണ്ടിട്ടില്ലല്ലോ. കം കം നിങ്ങൾ വരിക വരിക. ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ. ചെടാ ചെടാ പോലെ പോലെ. കം 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 കം. അയ്യ ചേട്ടനും കൂടി ഇവിടെ എത്തിക്കോട്ടെ. കം 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 കം. നമുക്കില്ലേ ആടെയും ചെറിയൊരു പോലെയൊക്കെ ഉണ്ടാക്കി വെക്കാം. കാരണം എന്താ അറിയാം, ആടെയും പോലെ ഉണ്ടാക്കി വെച്ചാൽ ആടെ എൻ്റെ വേൾഡായില്ലേ, അല്ല എൻ്റെ ഐലൻഡായില്ലേ. നമുക്ക് ആടെ ഒരു വേൾഡ് ഉണ്ടാക്കി വെക്കണം, അല്ല ഒരു പോര ഉണ്ടാക്കി വെക്കണം. പിന്നെ ആടെയോ കുറച്ച് ബിൽഡൊക്കെ ആടെയും ചെയ്യാം ഗൈസ്. നമുക്ക് അവിടെ കുറച്ച് ബിൽഡുകൾ ചെയ്യാം. ഞാൻ ഈ ഷേപ്പിൻ്റെ എല്ലാ സാധനവും ഞാൻ ഇതിനെ കൊണ്ട് ഞാൻ ഷീർസിനെ കൊണ്ട് ഞാൻ സെറ്റ് ചെയ്തു. അല്ല ഗൈസ് പണിവാളി പണിവാളി. ഗൈസ് ഞാൻ റെഡിക്കിലത്തെ കോയിനെ വിളിക്കുന്നതിനോട്ടാണ് ഗൈസ് എൻ്റെ കൂടെ ഇവന്മാരെ നമ്മൾ വിളിച്ചു പോയത്. വരിക വരിക നിങ്ങൾ വരിക. കം കം. വരിക വരിക. കം കം. എൻ്റെ ഷീപ്പ് ഫാമായിരുന്നു. മടിഞ്ഞു പോയി ഗൈസ്. ഇവിടെ ഞാൻ ആദ്യം വിചാരിച്ച ചിക്കൻ ഓട്ടോമാറ്റിക് ചിക്കൻ എന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ
ഞാൻ ഓട്ടോമാറ്റിക് ചിക്കൻ ചെയ്യാം. ഡോറടിക്കുക, ഫീഡ് ചെയ്യുക. ഓക്കെ, ബേബീസിനെ ബിൽഡ് ചെയ്യുക, പോവുക. ഓക്കെ, ഞാൻ പോട്ടെ. മിസ്റ്റർ ബിൻഡി മിണ്ടി 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 എന്താ എന്താ അത് ഇതിലൂടെ ഇറങ്ങി എന്തായാലും പാവല്ലേ, അവിടുന്ന് വളർന്നോട്ടെ. ഞാനിവിടെ ഒരു ബെഡ് വെച്ചിട്ടുണ്ട് ഗൈസ്. അയ്യ ബെഡ് നമുക്ക് കൂട്ടിച്ച് അവിടെ കൊണ്ടാക്കി വെക്കാം. അല്ല നമുക്ക് നാടൻ ബിൽഡ് ചെയ്യണം. എനിക്ക് വല്ലാത്തൊരാഗ്രഹം ഗൈസ് അവിടെ ബിൽഡ് ചെയ്യാം. ഫുഡില്ല ഗൈസ്, എനിക്ക് പണിപാളി. ഇതെന്താ കുറേ വുഡ് കളക്ട് ചെയ്യണം ഗൈസ്. ഗൈസ് വുഡിൻ്റെ ഇതിൻ്റെ അകത്ത് നിന്ന് കളക്ട് ചെയ്തോളെ. ഞാനെന്തൊരു പൊട്ടന, ഞാനെന്തൊരു മണ്ണ്. പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്, നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ് ഒരു ബെഡ്. നമുക്ക് വേണ്ട ഒരു വുഡ് കിട്ടി. ഇതിൻ്റെ ഫുഡുണ്ട്, ഒരു ഫുഡുമില്ല. ഒരു ജീപ്പിനെ കാണുന്നുണ്ട്, അതിന് തട്ടണം ഗൈസ്. ഏ ഷീപ്പ്, സ്റ്റോപ്പ് ദർ, സ്റ്റോപ്പ് ദർ, സ്റ്റോപ്പ് ദർ, സ്റ്റോപ്പ് ദർ. ആടെ നമുക്ക് സ്റ്റോണൊന്നും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു ഹോ ഉണ്ടാക്കി ആടെയും കൂടി ഒരു ബീറ്റ് ഫാം തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ എപ്പോൾ ഒരു ബക്കറ്റ് ഉണ്ടാവും, ആക്സ്, പിക്കാക്സ്, അങ്ങനത്തെ സാധനം, ഒരു ലൈറ്റും ഉണ്ടായില്ല. അവിടെ ചെറിയ ബിൽഡാണ് ഗൈസ് ചെയ്യുന്നത്. ചെറിയ ബിൽഡെന്ന് വെച്ചാൽ ഒരു ബെഡ് വെക്കുക, ഒരു സ്ഥലത്ത് ക്രാഫ്റ്റിംഗ് ടേബിൾ, ഫർണസ്, അങ്ങനത്തെ സാധനം വെക്കുക. വേറൊന്നുമില്ല. ഇന്നത്തെ രാത്രി നമുക്ക് ഇവിടെ തന്നെ കഴിക്കാം. ഫർണസൊക്കെ ഉണ്ടാകാറുണ്ട്. ഇനി ഞാൻ എൻ്റെ ബേസിലേക്ക് തിരിച്ചു പോകുന്നില്ല. രാത്രി ആവിടല്ലേ, സോംബീസ് എന്നെ ഉറങ്ങാൻ സമ്മതിക്കൂല. പേടിയാവുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ അങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ട്. നമുക്ക് പൊട്ടിച്ചെടുക്കാം. രാവിലെ ആയിട്ടുണ്ട്, വേഗം പോട്ടെ. നമ്മൾ എവിടെയായിരുന്നു ആ ഒരു ബേസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്? അവിടത്തേക്ക്. ഞാൻ സ്റ്റോൺസ് ഒന്നും കളക്ട് ചെയ്തില്ല. നമുക്ക് വേഗം പോയിട്ട് സ്റ്റോൺ കളക്ട് ചെയ്യാം. സ്റ്റോൺ ഞാൻ വലിയൊരു കേവ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കാത്തവരെ കൊണ്ടാണ് ഗൈസ്. ഇതാണ് എൻ്റെ ആ മഹാ കേവ്. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചൊന്നല്ലേ ഗൈസ്. നമുക്ക് വേഗം പോയിട്ട് സ്റ്റോൺസ് കളക്ട് ചെയ്യാം. അതിൻ്റെ അടിയിലേക്ക് എന്തെല്ലാം കാണുന്നത് ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല. സ്കെൽട്ടൺ ഗൈസ്, വെറുതെ എന്തിനാ. എനിക്ക് ഇതിൻ്റെ അകത്ത് പേടി രണ്ട് ജീവികളെ, അല്ല 2 മോബിനെ. ഒന്ന് സ്കെൽട്ടൺ, ഒന്ന് ക്രീപ്പോ. എത്ര സാധനം മതി? എത്ര 22 സ്റ്റോൺസാണ് നമ്മളെ കയ്യിലെത്തിയിരിക്കുന്നത്. എത്ര വുഡ് ഉണ്ട് നോക്കട്ടെ. 21 വുഡുണ്ട്. അവിടെ ഒരു ഫർണസും ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ഒരു ബെഡും മാത്രം വെച്ചാൽ പോരെ. ഒരു ചെറിയൊരു വീടും ബിൽഡ് ചെയ്യാം. കഴിഞ്ഞില്ലേ?
ഗൈസ് അയാണോ കുറേ അടി അടിച്ചാൽ മതി ഗൈസ്. 2 അടി പോയി ഇനി. ഗൈസ് നമ്മളെ ഫുഡ് അങ്ങനെ ഫുള്ളായിട്ടുണ്ട്. നമുക്ക് ഇവിടെ ബിൽഡ് ചെയ്യാം. അത് പോയിട്ട് 84. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെക്കാം. ഒരു ഫർണസ് ഉണ്ടാക്കണം. ഫർണസ് ഉണ്ട്. രണ്ട് ചെസ്റ്റ് വെക്കണം. ഒരു ബെഡ് ഇവിടെയും വെക്കണം. അതിന്മേൽ നമ്മൾ കിടക്കൊന്നുമില്ല ഗൈസ്. ഗൈസ് ഇത്രയും ചെറിയൊരു വീടാണ്. ചെറുതെന്ന് വെച്ചാൽ അത് ചെറുത്. ഗൈസ് ഇവിടെ ഞാൻ എന്തിനാ ബിൽഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഈ ഐലൻഡിലേക്ക് വരുമ്പോൾ ഇവിടെ കിടക്കുക അങ്ങനത്തെ സൗകര്യങ്ങൾക്കൊക്കെയാണ് ഞാൻ ഒരു സ്റ്റാക്ക് വിട്ട്. എൻ്റെ ഹൗസിന് തികഞ്ഞില്ല. തികഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല. തികഞ്ഞിട്ടുണ്ടോ ഗൈസ്? എനിക്ക് വുഡ് കയറുന്നാൽ പേടിക്കൊന്നും വേണ്ട. കാരണം എന്താ പറയുക, എൻ്റെ അടുത്ത് ആക്സ് ഉണ്ട്. കയറുന്നു. ഒരു വാതിലുണ്ടാക്കണം. ഇവിടെ തന്നെ വെക്കണം. ഇതാണ് എൻ്റെ കുഴപ്പം. ഞാൻ എവിടെയല്ലോ അങ്ങ് ഞാൻ തന്നെ ഗൈസ് നമ്മളെ പുരപ്പണി ഏതാണ്ട് കഴിയാനായിട്ടുണ്ട്. ഓക്കെ, നമ്മളെ പുരയുടെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, ഇതെല്ലാം പോട്ടെ. ഓക്കെ, നമ്മളെ പുര സെറ്റായിട്ടുണ്ട് ഗൈസ്. സെറ്റ് എന്ന് വെച്ചാൽ സെറ്റായിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഹോ ഉണ്ടാക്കിക്കില്ല. ഞാൻ ഹോ ഉണ്ടായിക്കോട്ടെ.
ഇവിടെ ഉണ്ടാക്കുക ഗൈസ്. അത് ഇവിടുത്തെ വുഡൊക്കെ ഒന്ന് മുറിച്ച് മാറ്റട്ടെ. നമ്മളെപ്പോലെ ബാധിക്കുന്ന വുഡൊന്നും നമ്മൾ പിന്നെ വെക്കരുത്. ഓക്കെ, നമുക്കവിടെ ഹോ വച്ചിട്ട് നടുവിലാദ്യം കുഴി വയ്ക്കാം. എന്നിട്ട് വെള്ളം പാരാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ചുറ്റും അങ്ങനെ ചെയ്യുക ഗൈസ്. ഗൈസ് ഇവിടെ മൊത്തം ഇലയായതിനെ കൊണ്ടാണ് ഗൈസ് ഇത്ര ഡിലേ ആവുന്നത്. നമ്മൾ എന്ത് ഫാമാണ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഫാമാണ് ഗൈസ്. നമുക്ക് ആദ്യം കുറച്ച് ഫുഡ് ആവശ്യമുണ്ട്. നമുക്കാദ്യം പോയിട്ട് സ്ലാബ് സെലക്ട് ചെയ്യും. പൈസ തേങ്ങ ഇൻട്രവ്യൂ ഇത് നമ്മളെ പോരെ നമ്മളെ ബേസിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. നമ്മളെ വില്ലേജിൻ്റെ അടുത്ത് തന്നെ. ആറെണ്ണായിക്കേ ഉള്ളൂ. ഇന്നത്തെ ദിവസം എന്തായാലും നമുക്ക് ആടെ കൂടിയിട്ട് തന്നെ അങ്ങ് പോവുക ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ ഒറിജിനൽ ബേസിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം നമ്മൾ ഉണ്ടാക്കിയിട്ട് കൂടുതലൊക്കെ കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു ദിവസം പോലെ കൂടുതലൊക്കെ ഉണ്ടല്ലേ. നമ്മൾ ഒറിജിനൽ ബേസിലേക്ക് തിരിച്ചങ്ങ് പോയാലോ. എൻ്റെ ഒറിജിനൽ ബേസ് ഇവിടുന്ന് കാണാനുണ്ടോ? ഇത് കാണൊക്കെ കാണുന്നുണ്ട്, മറ്റൊന്നും കാണുന്നില്ല. അടുത്ത എത്രണ്ണായി? 10 എണ്ണമായി ഗൈസ്, 10 എണ്ണം. ഓക്കെ, ഇന്നത്തെ രാത്രി ആയിട്ടുണ്ട്. ഇന്നത്തെ രാത്രി നമ്മുടെ പുതിയൊരു വീടുമായി. ഇന്നത്തെ രാത്രി പുതിയ വീട്ടിൽ, ഇന്നത്തെ ചെലവ് പുതിയ വീട്ടിൽ, നമുക്ക് പോകണം നമ്മുടെ വീട്ടിൽ, നമുക്ക് പോവേണ്ട, നമുക്ക് പോവേണ്ട, നമുക്ക് പോവേണ്ട, നമുക്ക് പോവേണ്ട, നമുക്ക് പോവേണ്ട പുതിയ വീട്ടിൽ ഓക്കെ, നമ്മളങ്ങനെ വിട്ടുക്കാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ദിവസം സ്ലീപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ വെക്കാം. എന്നിട്ട് വേഗം ഇനിയും പോയി സ്ലാബ് സംരക്ഷിക്കണം. ലൈറ്റൊക്കെ ഓഫ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഓഫ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വില്ലേജിൻ്റെ അടുത്തേക്ക് പോവാം. എന്നാലേ അവിടെ ഇനി എത്ര എണ്ണം നോക്കട്ടെ ഗൈസ്. ഇപ്രാവശ്യം 1 2 3 4 5 6 7 8 9 ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട് വരാ ഗൈസ്. ഒന്ന് ഞാൻ കൂട്ടി വെക്കും, കാരണം തേങ്ങയ്ക്കില്ല അതില്ല. നമുക്ക് എന്തായാലും നമ്മൾ തിരിച്ച് നമ്മൾ ഒറിജിനൽ ബേസിലേക്ക് പോകില്ലേ, എന്നാലും നമുക്ക് വില്ലേജിൽ കൂടെ പോകാം. കാരണം എന്താ അറിയോ, അല്ലെങ്കിൽ പണി കിട്ടും. 24 ആയില്ലേ.
ഇതാ കഴിയാനായിട്ടുണ്ട് നമ്മുടെ വീട്. എത്ര 6 കിട്ടിയിട്ടുള്ളൂ ഗൈസ്. 6 ബാക്കി കത്തിക്കണം. ഓക്കെ ഗൈസ് 10 ആയിട്ടുണ്ട്. നമുക്കിത് അവിടെ കൊണ്ട് വെക്കാം. ഓക്കെ ഗൈസ് 10 ആവശ്യം. നമ്മൾ ചെസ്റ്റിൽ എന്താ വെക്കണ്ടേ? അന്നേരം നമുക്കെന്നാ വെക്കുക ഗൈസ്. ആദ്യമായിട്ട് ശരിയായിട്ട് ഇതെല്ലാം പോയിക്കോട്ടെ. Put right. നമുക്ക് ബാക്കി ഫുഡൊക്കെ അങ്ങ് എടുക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മളെ ബേസ് വിട്ട് പോവാം. എന്താ ഗൈസ്, എൻ്റെ വില്ലേജ് നിങ്ങൾ കണ്ടുപോകും. വില്ലേജ് നിങ്ങളൊന്ന് പറയൂ. എൻ്റെ വില്ലേജസിൻ്റെ അനക്കവും നിങ്ങൾ കേൾക്കൂല. കാരണം ഞാൻ എല്ലാ വില്ലേജസിനെയും പിടിച്ച് എൻ്റെ ഹാൻഡ് ഫാമിൽ കയറിയിട്ടാണ്. അതാണ് നിങ്ങൾ കേൾക്കാത്തത്. കുറച്ച് വില്ലേജസ് ആയി കഴിഞ്ഞില്ലേ ഓൾറെഡി. എത്ര വില്ലേജറാണ് ചേട്ടായി? പ്ലീസ് ടെൽ മീ. 1 2 3 വില്ലേജറാണ് ഗൈസ് നമ്മുടെ വീട്ടിലുള്ളത്. 3 വില്ലേജർ അല്ല, 3 വില്ലേജർ നമ്മളെ വീട്ടിലല്ല, നമ്മളെ വില്ലേജ് ഉള്ളത്. നമുക്ക് വേഗം നമ്മളെ ബേസിലേക്ക് പോവാം. കാരണം 4 ഉണ്ട്. 4 വില്ലേജർ. നമുക്ക് എത്ര അയണായിന്ന് കഴിഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമ്മുടെ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് ഫുള്ളാക്കണം ഗൈസ്. കാരണം എന്താ, ഫുള്ളാക്കിയാൽ നല്ലതാണ്. കാരണമൊന്നുമില്ല അല്ലേ? നമുക്ക് ഇവിടെ ഉള്ള പുല്ല് വളർന്ന് പുല്ലെല്ലാം വളർന്ന് കിടക്കും. പുല്ല് ഓടണ്ട ചേടേട്ടാ, പുല്ലാണെന്തൊരു പുല്ലിനെന്തൊരു ഒരുമാതിരി പണി. എണ്ണായിക്കാളു ഓരായും കൊള്ളുമ്പോൾ പിന്നെ സ്പോൺ ആയിട്ടില്ല. പെട്ടെന്നായി ഗൈസ് 5 ഒരു 3, അതായത് ഒരു ആയിക്കോളം സ്പോണാക്കി ഗൈസ്. ഒരു ആയിക്കോളം കൂടി സ്പോൺ ആകട്ടെ, എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാം. 81 ദിവസമാണ് ഗൈസ് നമ്മൾ ഈ വേൾഡിനകത്ത് കളിച്ചത്. 81 ദിവസം മൈൻക്രാഫ്റ്റ് പ്ലേ ആയിട്ട്. നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാം. കാരണം വാതിലോർക്കൂ. ഞാൻ എൻ്റെ ബേസിലേക്ക് തിരിച്ചെത്തി. എനിക്ക് സുഖമായില്ല. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ 5 എപ്പിസോഡ് ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.